വൈദിക സെക്രട്ടറി ഈടവകയുടെ ഇത്രയും ബഹുമാനപ്പെട്ട വികാരി, ബഹുമാനപ്പെട്ട അപ്പോച്ചൻ, മാതാപിതാക്കളെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങൾ, വീണ്ടും ഒരു വർഷം കൂടി സഹദായുടെ പെരുന്നാളിലേക്ക് വർഷം എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാനിങ്ങനെ അറിവിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വർഷം മുൻപന്തിയിൽ വാഹിക്കച്ചനാണ്, ഗോപനച്ചനാണ്. അച്ഛനെ ഓർത്തുകൊണ്ടാണ് ഞാനിന്ന് അരവണയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. അച്ഛനെ പ്രത്യേക ഈ സമയത്ത് ഓർക്കുകയാണ്. പരിശുദ്ധനായ ഗിയോർഗി സഹദായുടെ പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഓർക്കുന്നത് ആരെയാണ്? ഗിയോർഗി സഹദായി തന്നെയാണോ? അതോ ഇതിന് പുറകെ ഇങ്ങനെ കോഴിയൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്, അതിനെയാണോ? അതോ ഗിയോർഗി സഹദായി ഇങ്ങനെ ഓടിക്കുമെന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കരുതുന്ന ആ പാമ്പ്, വ്യാളി, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണോ ഇത് നാം ചിന്തിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഗിയോർഗി സഹദ എന്ന് പറയുമ്പോൾ സഭയുടെ ഒരു പരിശുദ്ധനാണ്. പരിശുദ്ധ സുറിയാനി സഭയിൽ, അല്ലെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭകളിലൊക്കെ ഈ വിശുദ്ധന്മാരെ ഓർത്തു തുടങ്ങിയത് 3-ാം നൂറ്റാണ്ട് മുതലാണ്. 3-ാം നൂറ്റാണ്ടുകൾ മുതലാണ് ഇങ്ങനെ വിശുദ്ധന്മാരെ ഓർക്കുന്ന ഒരു പാരമ്പര്യം സഭകളിലുണ്ടായത്. ഈ സഭകളിലെല്ലാം തന്നെ വിശുദ്ധന്മാർ 2 തരത്തിലുണ്ട്. ഇതെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. 2 തരത്തിലുള്ള വിശുദ്ധന്മാർ എല്ലാ സഭകളിലും ഉണ്ട്. ഒന്ന് വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയും, 2 റെഡ് മാർട്ടിയേഴ്സ്. വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി രക്തം കൊടുക്കാതെ പരിശുദ്ധരായിട്ടുള്ളവരാണ്. അവരെല്ലാം വിശുദ്ധന്മാരാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? കർത്താവിന് വേണ്ടി രക്തം ചിന്തിയിട്ടില്ല. നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഏലിയാസ് തൃതീയൻ ബാവ, പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ ബാവ, കോതമംഗലത്തൊക്കെ പ്രവർത്തിക്കുന്ന ബാവ, ഇവരൊക്കെ കർത്താവിന് വേണ്ടി രക്തം ചിന്തിയിട്ടില്ല. പക്ഷെ എന്താണ്? കർത്താവിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട്, അല്ലേ, കർത്താവിന് വേണ്ടി ഇങ്ങനെ ജീവിതം നയിച്ച് മലങ്കരയിൽ കബറടങ്ങപ്പെട്ടവരാണ്. ഇവരെയൊക്കെ വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയും. രക്തം ചിന്താതെ കർത്താവിന് വേണ്ടി മരണം വരിച്ച വിശുദ്ധന്മാരായ വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയും. രണ്ടാമതൊരു വിഭാഗമുണ്ട് റെഡ് മാർട്ടിയേഴ്സ്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കർത്താവിന് വേണ്ടി രക്തം ചീന്തിയവരായിരിക്കും ആര്? റെഡ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി രക്തം ചിന്തിയ അനേകം വിശുദ്ധന്മാരുള്ള ഒരു സഭയാണ് വിശുദ്ധ സുറിയാനി സഭ. ഇങ്ങനെ മാണിരാജനച്ഛൻ്റെ പുസ്തകങ്ങളിൽ ആദ്യ ഭാഗത്ത് ഈ വിശുദ്ധന്മാരെ കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും: പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ഈ വിശുദ്ധന്മാരുടെ രക്തത്തിൽ വളമൂറി വളർന്നു വന്ന സഭയാണ് സുറിയാനി സഭ എന്ന് മാണിരാജനച്ഛൻ തൻ്റെ പുസ്തകങ്ങളെല്ലാം